Take the ramp on the right to I-75 North toward Detroit. ഗുഡ് മോർണിംഗ്. ഹെവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇവിടുത്തെ ലോഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ പോയി നോക്കാം. 5000 LB ഉള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ സീലെല്ലാം ഇട്ട് സെറ്റപ്പായി. ഇനി നേരെ സാർണിയ ബോർഡർ വഴി നേരെ യാർഡ്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ലോഡെല്ലാം എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങിയിരിക്കുകയാണ് 215 കിലോമീറ്റർ ബോർഡറിലേക്ക്. സാർണിയ ബോർഡറാണേ. Take the ramp on the right to I-75 North toward Detroit. ആസ് യൂഷ്വൽ ഡിട്രോയിറ്റ് എടുക്കുമ്പോഴത്തേക്കും എന്തായാലും ഒടുക്കാത്ത തിരക്കാണ്. 150 കിലോമീറ്ററാണ് നമുക്ക് സാറിനേക്കുള്ളത്. 65 കിലോമീറ്റർ ഡിട്രോയിറ്റ് എത്തും. അപ്പോൾ എന്തായാലും നമുക്ക് സമയമുണ്ട്. എന്നാൽ കുറച്ച് കഥകളൊക്കെ പറഞ്ഞങ്ങ് പോയാലോ. ഒഹായോയുടെ കുറച്ച് ഫൺ ഫാക്ട്സ് ഒക്കെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുമായിരുന്നേ. അന്നേരം അതിൻ്റെ അകത്ത് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും ആദ്യത്തെ സ്പീഡിംഗ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യപ്പെട്ടത് ഡെയ്റ്റൺ ഒഹായോ എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഒഹായോയിലെ ഡെയ്റ്റൺ. അത് ഹാരി മയേഴ്സ് എന്ന് പറയുന്ന ഒരു പുള്ളിക്ക്. അപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ സ്പീഡിംഗ് ടിക്കറ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കണം ആദ്യം ഡെയ്റ്റൺ ഒഹായോ. അതും അന്ന് പുള്ളി 12 മൈൽസ് പെർ അവറിലാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. അതിനാണ് സ്പീഡിംഗ് ടിക്കറ്റ് കൊടുത്തതെന്ന്. ഏതായിരുന്നു വണ്ടി, അന്നത്തെ കാലം ഏതാണെന്നൊക്കെ ദൈവത്തിനറിയാം. അതുകൂടാതെ നമ്മളിപ്പം ഡെലിവറി ചെയ്യാൻ പോയ കൊളംബസ് ഇല്ലേ, കൊളംബസ് ആണ് ഒഹായോയുടെ ക്യാപിറ്റൽ കേട്ടോ. ക്യാപിറ്റലും മോസ്റ്റ് പോപ്പുലർ സിറ്റി, ഏറ്റവും കൂടുതൽ ജനസംഖ്യ താമസിക്കുന്ന സിറ്റി കൊളംബസ്. അതുകൂടാതെ ഈയിടെ നമ്മുടെ ഇലക്ഷനൊക്കെ നിന്ന് ട്രംപിൻ്റെ ഒക്കെ മെയിനായിട്ട് സപ്പോർട്ടറായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള വിവേക് രാമസ്വാമി, പുള്ളി ഒഹായോ ബേസ്ഡ് ആണല്ലോ. ഒഹായോനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഒഹായോ ഫ്ലാഗിൻ്റെ പ്രത്യേകതകളൊക്കെ നോട്ട് ചെയ്തത്. അമേരിക്കൻ സ്റ്റേറ്റുകളിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലല്ലാത്ത ഒരു ഫ്ലാഗ് ഉള്ള ഒരേ ഒരു സ്റ്റേറ്റ് ഒഹായോ ആണത്രേ. അമേരിക്കൻ സിവിൽ വാറിൻ്റെ സമയത്ത് ഒഹായോയുടെ കാവലറി ക്യാരി ചെയ്തിരുന്ന ഫ്ലാഗിൽ നിന്നും ഇൻസ്പയർ ആയാണ് ഈ പുതിയ ഫ്ലാഗിൻ്റെ ഡിസൈൻ ഈ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചത്. അമേരിക്കൻ യൂണിയനിൽ ചേരുന്ന 17ാമത്തെ സ്റ്റേറ്റ് ആണ് ഒഹായോ എന്നതിനെയാണ് ഈ ഫ്ലാഗിലെ 17 സ്റ്റാർസ് സിംബലൈസ് ചെയ്യുന്നത്. കൂടാതെ 17 മടക്കുകളോടുകൂടി ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഫ്ലാഗ് മടക്കി സൂക്ഷിക്കേണ്ടത്. എന്താ അല്ലേ. പിന്നെ മടക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഒഹായോയുടെ ഫ്ലാഗ് മാത്രമല്ല അമേരിക്കൻ ഫ്ലാഗും ഒരു പ്രത്യേക രീതിയിൽ മടക്കി അതിൻ്റെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റാർസ് മാത്രം പുറത്ത് കാണത്തക്ക രീതിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് സൂക്ഷിക്കേണ്ടതെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത് കേട്ടോ. എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ട ഡിട്രോയിറ്റ് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഗോഡി ഹോവ് ഇൻ്റർനാഷണൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അംബാസഡർ ബ്രിഡ്ജിന് പകരമായിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന കാനഡ അമേരിക്ക തമ്മിലുള്ള ഒരു വലിയ ബ്രിഡ്ജാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ പണി തീർന്നിട്ടില്ല. നല്ല കിഡിലോസ്കി ബ്രിഡ്ജായിട്ടാണ് വരുന്നത്. ഇത്രയും ദൂരത്ത് എന്ത് രസമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പോകുകയാണെങ്കിൽ ഇത്ര വലുതായിരിക്കും അതിൻ്റെ സെറ്റപ്പുകളൊക്കെ. എന്നിട്ട് അതിൻ്റെ എക്സിറ്റുകളൊക്കെ ഓൾറെഡി റെഡി ആയി, പക്ഷേ അത് ക്ലോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണി തീർന്ന് അത് ഓപ്പൺ ആക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ ബോർഡറിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയാനേ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്നും പറയാൻ പറ്റാതെ, ഇതെല്ലാം ബോർഡർ ക്രോസിംഗ് എല്ലാം ഗവൺമെൻറ്റുകൾക്കും പ്രൈവറ്റ് പാർട്ടികൾക്കും എല്ലാം പൈസ ഉണ്ടാക്കാനുള്ള അവസരമല്ലേ. എന്തായാലും നമ്മൾ ഡിട്രോയിറ്റ് കടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ മാറി നമ്മൾ വേണ്ട സാർണിയയിലേക്കുള്ള എക്സിറ്റ് പിടിച്ചേക്കുക. 100 കിലോമീറ്റർ സാർണിയ ബോർഡറിലേക്ക്. ഇപ്പം തന്നെ നമ്മൾ ചെന്ന് കയറാൻ പോകുന്ന ഒടുക്കത്തെ ട്രാഫിക്കിലേക്കായിരിക്കും കേട്ടോ. എല്ലാം ഉണ്ടെങ്കിലേ സർപ്രൈസ് ഉള്ളൂ. നോക്കാം. എന്തായാലും സാധാരണ നമ്മൾ പോയിട്ട് വരുന്നതിനേക്കാളും ഇച്ചിരി നേരത്തെ ആയിരുന്നു. കാരണം നമുക്ക് പിക്കപ്പ് കിട്ടിയത് നമ്മുടെ കാനഡ ഏരിയയിലേക്ക് മുമ്പിലേക്കായിരുന്നല്ലോ. അല്ലാതെ ഫുൾ ടൈം അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് പിക്കപ്പ് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. അതന്നെ വലിയ കാര്യം. Exit 190A on the right to I-94 East, then keep right. വേണ്ട നോക്കിക്കോണേ. സാധാരണ അതിൽ ഈ ഒരു വളവ് തിരിഞ്ഞ് അവിടെ മെർജ് ചെയ്യാൻ നേരത്താണ് ട്രാഫിക്കിൻ്റെ അയ്യരുകളി. നമുക്കങ്ങ് വളയുമ്പോൾ നോക്കാം പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ അതോ ഇന്ന് നമ്മൾ ലക്കിയാണോ എന്നുള്ളത്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ നോക്ക. അയ്യോ, ഇവിടുന്ന് ഒരു ഏകദേശം 10-30 കിലോമീറ്റർ നമ്മളിങ്ങനെ നിരങ്ങണം. തിരക്കുണ്ടെന്ന് പറഞ്ഞാലും സാധാരണ ഉള്ള ആ ഒരു തിരക്കില്ല കേട്ടോ. സാധാരണ അതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിന്ന് നിരങ്ങുമായിരിക്കും. ഇന്നിപ്പം ദൈവം അനുഗ്രഹിച്ച മോശമല്ലാതെ മൂവിങ് ഉണ്ട്. അപ്പം പിന്നെ വലിയ വിഷയമില്ലാതെ അങ്ങ് പോകും. ജാപ്പനീസ് വണ്ടികളുടെ വരവോടെ ഡിട്രോയിറ്റിൻ്റെ പ്രതാപവും തീർന്നു, നഗരവും നശിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇന്നും മോട്ടോർ സിറ്റി എന്ന ടാഗ് ലൈനിൻ്റെ ഒരു തറവാടിത്തം ഡിട്രോയിറ്റിൽ എല്ലായിടത്തും കാണാം കേട്ടോ. അതുപോലെ തന്നെ ആ തറവാട് ക്ഷയിച്ചതിൻ്റെ മാർക്കുകളും അവിടെ ഇവിടെ കാണാം. എന്നാലും വണ്ടിപ്രാന്തന്മാരുടെ മനസ്സിൽ ഡിട്രോയിറ്റ് എന്ന വാക്കിനുള്ള ആ ഒരു വികാരം ഉണ്ടല്ലോ, അത് ഡിട്രോയിറ്റിന് മാത്രമേ തരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ബോർഡർ എത്താറായേ. ലൗസിൽ കയറി ഒരു കാപ്പി എടുത്തോണ്ടാ പോവാം. അങ്ങനെ വീണ്ടും മറ്റൊരു യാത്രയുടെ പര്യവസാനം കുറിച്ചുകൊണ്ട് നമ്മൾ കാനഡ അമേരിക്ക ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. സാർണിയ ബോർഡർ പതിവുള്ള തിരക്ക് കാണാനില്ല. ദൈവം നമ്പരാൻ അനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇന്ന് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പം തിരക്ക് കാരണം ഇവിടെയൊക്കെ ലൈനപ്പ് വരണ്ട. നമുക്ക് നമ്മുടെ ഈ PNR എന്ന് പറയുന്ന കമ്പനിയിലുണ്ടല്ലോ, ബഫലോ ബോർഡറിൽ മാത്രമേ നമുക്ക് ടോൾ പോകുന്ന സെറ്റപ്പ് ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ
ക്യാഷ് അല്ലെ കാർഡിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് റീഎംബേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. താങ്ക് യു. ഇന്ന് തന്നെ പറ്റി ബോർഡറിലൊന്നും തിരക്കില്ലല്ലോ, ഒരൊറ്റ വണ്ടിയില്ല. നമുക്ക് ചെല്ലണ വഴി ബൂത്തിലേക്ക് കയറാൻ പറ്റും നമുക്ക്. Kilometers. Take exit 9 on the right to Airport Road. നമ്മളൊരു വിധത്തിൽ കഴിച്ചിലായി പോന്നെങ്കിലും ഉണ്ടല്ലോ, അതേണ്ട ഓപ്പോസിറ്റ് സൈഡ് അമേരിക്കയിലേക്ക് ക്രോസ് ചെയ്യാൻ കിടക്കുന്ന ബോർഡുകളുടെ ക്യൂ ഉണ്ടോ, ട്രക്കുകളുടെ ക്യൂ ഉണ്ടോ, ഇതൊക്കെ എന്ന് ക്രോസ് ചെയ്ത് അപ്പുറം എത്താനുള്ളതാണ്. ഇപ്പോൾ സാർണിയ ബോർഡർ ക്രോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 4 മണിക്കൂർ ഡിലേ ഉറപ്പാണ് കേട്ടോ. നോക്കിക്ക് എത്ര കിലോമീറ്ററാണ്. ടീം ഡ്രൈവേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ലോഗ് തീരുമ്പോൾ മാറി മാറി അങ്ങ് ഓടിച്ചാൽ മതി. പക്ഷെ സിംഗിൾ ഓടിക്കണവൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കും. എന്തോ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടെന്ന പോലെയാണ്. സാധാരണ ഉള്ള ഒരു തിരക്ക് തേണ്ട 401-ൽ കാണാനില്ല. കാനഡയിലുള്ളവർക്ക് ഈ റോഡ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ലണ്ടനും ടൊറൻറ്റോയ്ക്കും ഇടയ്ക്കുള്ള ഈ ഒരു പോർഷൻ ഇങ്ങനെ തിരക്കില്ലാതെ കാണാമെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും നമുക്ക് ഇന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് യാടെത്തി വണ്ടിയിട്ട് വീട്ടിൽ പോകാമെന്നുള്ള ആ ഒരു ഇതിൻ്റെ ഇടയിൽ അവസാന ലാപ്പ് ഓടുന്ന ഒരു റിലേ റേസ് പോലെയാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു 150 അല്ലെ 250 കിലോമീറ്റർ. ഒത്തിരി സന്തോഷിച്ചതിൻ്റെ ഭാഗമായിട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് 40 കിലോമീറ്റർ ഇപ്പുറം വെച്ചിട്ട് ഒരു വലിയ ബ്ലോക്ക്. പോലീസൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, എന്നാണ് സംഭവം എന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ മുന്നോട്ട് കാണാൻ പറ്റുമോ നോക്കാം. കൺസ്ട്രക്ഷൻ കാരണം ലൈൻ മെർജ് ആവുന്ന ഒരു വശത്തുണ്ട്, പക്ഷേ അത് മാത്രമാണോ എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഡിട്രോയിറ്റിനെയും മോൺട്രിയലിനെയും ബന്ധിപ്പിക്കുന്ന 401 എന്ന ഹൈവേയിൽ നിന്ന് 410 എന്ന ഹൈവേയിലേക്കുള്ള മെർജിംഗ് റാമ്പാണിത്. താഴെ കാണുന്നതാണ് 410. എന്തായാലും ഗോൾഡൻ അവറൊക്കെ ആയിട്ട് ഒരു കിഡിലൻ ഈവനിങ് വൈബ് അല്ലേ. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ ഇതൊക്കെ നമ്മൾ ഇന്ത്യക്കാരുടെ കേന്ദ്രമാണ് കേട്ടോ. കേന്ദ്രം എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന പോലെ കാനഡയുടെ യൂണിക്നെസ് ഈ ഒരു രാജ്യത്തെ ഒരു 95% ആളുകളും പല നാടുകളിൽ നിന്നായി വന്നിട്ടുള്ള കുടിയേറ്റക്കാരാണെന്നുള്ളതാണ്. ഫസ്റ്റ് നേഷൻ എന്നറിയപ്പെടുന്ന ഈ നാടിൻ്റെ മക്കളാകട്ടെ സ്പെഷ്യൽ കെയറോടുകൂടി റിസർവേഷനുകളിലും. പറഞ്ഞു വന്നത്, ഇങ്ങോട്ട് കുടിയേറിയ ഓരോ നാട്ടുകാരും അവരവരുടെ ലൊക്കാലിറ്റിക്ക് അവരവരുടെ കൾച്ചറൽ ഫ്ലേവർ കൊടുത്തിട്ടുണ്ട്. ചൈന ടൗണും ലിറ്റിൽ ടോക്കിയോയും ലിറ്റിൽ ഇറ്റലിയും പിന്നെ കരീബിയൻ, ഇന്ത്യൻ എല്ലാം ഈ ഒരു ഏരിയ, പ്രത്യേകിച്ച് ബ്രാംപ്ടണും മിസിസാഗയും അടങ്ങുന്ന ഗ്രേറ്റർ ടൊറൻറ്റോയിലെ മജോറിറ്റി നമ്മൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന PR009 എന്ന് പറയുന്ന ട്രെയിലർ പ്രോപ്പറായിട്ട് നമ്മൾ പാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഈ ട്രക്കും കൂടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്, വീട്ടിൽ പോകാം. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നിന്നുള്ള വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഇതുപോലത്തെ വീഡിയോകൾ ഇറക്കാൻ വേണ്ടിയിട്ട്
നമുക്കുള്ള മോട്ടിവേഷൻ. ഓക്കെ, പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.